വചനമൊഴി നവംബർ 14. വചനഭാഗം ഗലാത്തി 4:12-20, യോഹന്നാന്റെ സുവിശേഷം 14:1-7. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമാ പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? ഈശോ പറഞ്ഞു, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. എന്നിലൂടെയല്ലാതെ ആരും പിതാവിന്റെ പക്കലേക്ക് വരുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കാണുകയും ചെയ്തിരിക്കുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ കർത്താവ് നമ്മോട് പറയുന്നത് ഹൃദയം അസ്വസ്ഥമാകാതെ ജീവിക്കുവാനാണ്. ദൈവത്തിലുള്ള വിശ്വാസമാണ് ആകുല ചിന്തകളിൽ നിന്ന് നമ്മെ മാറ്റുന്നത്. തമ്പുരാൻ അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം പിതാവിന്റെ സന്നിധിയിലായിരിക്കുക എന്നുള്ളതുമാണ്. ദൈവസന്നിധിയിലേക്ക് പോകുവാൻ യോഗ്യമായ വിധത്തിൽ നമ്മെ തന്നെ, നമ്മുടെ ആത്മാവിനെ ഒരുക്കുക. അതാണ് തിരുവചനം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പ്രകാരം ദൈവസന്നിധിയിലേക്ക് പോകുവാനുള്ള വഴിയും ജീവിത ശൈലിയും ഈശോ തന്നെയാണെന്നാണ് ഇന്ന് തിരുവചനം പറയുന്നത്. ഈശോയാകുന്നു വഴിയും സത്യവും ജീവനും. നമ്മുടെ അനുദിന ജീവിതത്തിലും ഈശോയുടെ വഴിയിൽ യാത്ര ചെയ്യുവാൻ, ഈശോ കാണിച്ചു തരുന്ന സത്യത്തിന്റെ പാത പിന്തുടരുവാൻ, ഈശോ കാണിച്ചു തരുന്ന ജീവൻ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുവാൻ നമുക്കും സാധിക്കണം. വഴിയും സത്യവും ജീവനുമായ ഈശോയെ രക്ഷകനും കർത്താവുമായി ഏറ്റുപറഞ്ഞ് അനുദിന ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ, അനുകരിക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്രകാരം ആത്മീയ ഉണർവോടുകൂടി ജീവിക്കുമ്പോൾ ഹൃദയത്തിൽ ആകുലതകളും അസ്വസ്ഥതകളും ഒന്നും ഉണ്ടാവുകയില്ല. ഇന്ന് തിരുവചനം നമ്മോട് പറയുന്നതും ദൈവത്തിൽ ആശ്രയിച്ച് ആകുലതയില്ലാതെ, അസ്വസ്ഥതയില്ലാതെ ശാന്തഹൃദയരായി ജീവിക്കുവാനാണ്. അതിനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.